ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിയുടെ പുതിയൊരു മുഖമാണല്ലോ നമ്മൾ ഇന്നലത്തെ ക്ലൈമാക്സിൽ കണ്ടത്. സച്ചി ഒരു നാരങ്ങ കൊണ്ട് മന്ത്രവാദി ചിതയ്ക്കുക എന്നുള്ള രീതിയിൽ വരികയാണ്, വന്നിട്ട് പറയാണ് സ്വാമിജിയുടെ അടുത്ത് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നലെ കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താണ് ഇത് രേവതി, സച്ചിയോടൊന്ന് ചോദിക്കുകയെന്ന് പറയുമ്പോൾ രേവതി പോയിട്ട് സച്ചിയേട്ടാ നിങ്ങൾക്ക് എന്താ പറ്റിയ വെച്ചിട്ട് സച്ചീനെ പിടിച്ച് കുലുക്കുമ്പോൾ സച്ചി പറയും, രേവതി എനിക്ക് എന്താ പറ്റി രേവതി? രേവതി പെട്ടെന്ന് സ്വാമി ഇറങ്ങിപ്പോയി രേവതി, സ്വാമി ഇറങ്ങിപ്പോവേ. അതേ രേവതി, സ്വാമി ഇറങ്ങിപ്പോയി. എന്താ സച്ചേട്ടാ പറയണം? അപ്പോൾ കാര്യം തെളിച്ച് പറയും രവീന്ദ്രൻ. അപ്പോൾ പറയും, ഞാനേ നമ്മുടെ വീട്ടിലത്തെ സ്വർണം കാണാതായി പോയതില്ലേ, അതിന് വേണ്ടിയിട്ട് അത് എവിടെ ആരാ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വാമിയെ കാണാൻ പോയിണ്ടായിരുന്നു അച്ഛാ. എന്നിട്ട് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സ്വർണം കളവ് പോയിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഏരിയയിൽ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ഏരിയയിൽ തന്നെയാണ് സ്വർണ്ണം പോയേക്കണത്. ചിലപ്പോൾ ഈ വീട്ടിലത്തെ ആരെങ്കിലും അവ അത് എടുത്തേക്കണമെന്ന് സ്വാമി പറയാം. അപ്പോൾ ശ്രീകാന്ത്, പിന്നെ അപ്പോൾ സച്ചേട്ടാ വെറുതെ ആവശ്യമില്ലാതെ പറയാം, ഈ വീട്ടിലിപ്പോൾ ആരെടുക്കാനാണ് അത് എന്നൊക്കെ ചോദിക്കും. അതെനിക്കറിയില്ലടാ ശ്രീകാന്ത, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പൂജിച്ചിട്ട് ഈ നാരങ്ങ എനിക്ക് തന്നു. ഈ നാരങ്ങ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ് ശ്രുതിയും സുധിയും ചന്ദ്രമതിയും കേട്ടോ. അപ്പോൾ വർഷമൊക്കെ ഇതിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ? ചിപ്പൊന്നല്ല വർഷ, ഇത് സാധാരണ ലെമൺ ജ്യൂസ് അടിക്കണ നാരങ്ങയൊന്നല്ല, ഇത് മന്ത്രവാദം ചെയ്ത നാരങ്ങ. ഈ നാരങ്ങ വെച്ചിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് 48 മണിക്കൂറിനകം ഈ സ്വർണ്ണം എടുത്ത ആൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ആളുടെ ചിറി ഒരു വശത്തേക്ക് കോടിപ്പോകും. ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ചിറി കോടണ പോലെ കാണിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ ഞെട്ടാണ് കേട്ടോ. ശ്രുതിയും ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ വർഷ പറയാം, പിന്നെ ഒന്ന് പോ സച്ചേട്ടാന്ന് പറയുമ്പോൾ വർഷയോട് പറയും, വർഷ നീ കളിയാക്കണ്ട, ഇത് അത്ഭുതസിദ്ധിയുള്ള നാരങ്ങയാണ്, നീ വല്ലാതെ കളിയാക്കി സ്വാമിയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഡബ് ചെയ്യാനുള്ളത് നിൻ്റെ ചിറി കൂടിപ്പോയാൽ ചിറി കൂടല്ല, ചിലപ്പോൾ നിന്റെ വായെ തന്നെ അടഞ്ഞു പോകും, നിനക്ക് പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ പറയുമ്പോൾ ശ്രീകാന്ത് പറയും, വർഷേ ഇത് ചിലപ്പോൾ സത്യമാണെങ്കിലോ, നീ ഒന്നും മിണ്ടാതിരിക്കേ എന്നിട്ട് വർഷേനെ ശ്രീകാന്ത് ചീത്ത പറയുകയാണ്. അപ്പോൾ അങ്ങനെ സച്ചി ആ പുതിയൊരു തന്ത്രത്തിലൂടെ ആ ഒരു സത്യം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. സച്ചി പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയും, ശരിയാ അച്ഛാ, ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നവരുടെ വായ കോടിയതും കാല് തളർന്നതും കൈ തളർന്നതും സംസാരശേഷി നഷ്ടപ്പെട്ടതും അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അച്ഛാ, അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരിയാണ്, ഞാനിതിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ എന്തായാലും നീ കൊണ്ടുവയ്ക്കുക പൂജാമുറിയിലെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, നമുക്കറിയണ്ടേ അച്ഛാ, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണ്ടേ, എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ ഇത് എടുത്ത ആളുടെ ചെറിയ കോടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സച്ചി എന്തായാലും ഞാൻ അച്ഛാ അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അത് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി വന്നിട്ട് തടഞ്ഞിട്ട് പറയും, പറ്റില്ല, അത് പൂജാമുറിയിലൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, നീ ഇത് എവിടെയെങ്കിലും പുറത്ത് കൊണ്ടിടുകയെന്ന് പറയും. അതെന്താ പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ താങ്കൾക്ക് എന്താ ഒരു ഭയം ചോദിക്കും ശ്രുതി. എനിക്ക് ഭയമൊന്നുമില്ല, പിന്നെ ഇപ്പം എന്താ പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ, പിന്നെ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല സച്ചി, നീ മിണ്ടാതിരിക്കുകയെന്ന് പറയുമ്പോൾ പറയും, നടക്കില്ല, എനിക്ക് ഞങ്ങൾ കാണാതായ സ്വർണ്ണം ഞങ്ങൾ കണ്ടുപിടിക്കണ്ടേ ശ്രുതി, അപ്പോൾ എന്തായാലും ഇത് പൂജാമുറിയിൽ കൊണ്ടുവച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓം ഹ്രീം കരീം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലിയിട്ട് സച്ചി ആ നാരങ്ങ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. പോകുമ്പോൾ കോണിയുടെ അവിടെ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ചന്ദ്രയുടെ അടുത്ത് എത്തുമ്പോൾ ചന്ദ്രയും തടയും. ചന്ദ്രൻ പറയും, പറ്റില്ല സച്ചി, ഇതൊന്നും പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, നീ ഇത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നടക്കില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ പൂജാമുറിയിൽ വെക്കാൻ പറ്റില്ല പറയുമ്പോൾ നിങ്ങൾക്കെന്താ ഒരു ഭയം ചോദിച്ചിട്ട് നാരങ്ങ കൊണ്ട് ചന്ദ്രമതിയുടെ മുഖത്ത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ആകെ പേടിച്ച് വരച്ചിരിക്കുന്ന സമയത്ത് സച്ചി ഈ നാരങ്ങ കൊണ്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുമ്പോൾ ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ചെറിയ കൊടണ ഭാഗമൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് ചെറിയ തൊടുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി, എന്താ പറ്റി ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറയുമ്പോൾ, ഇങ്ങോട്ട് വന്നേ, അവന് പ്രാന്ത, അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടല്ല എൻ്റെ ശ്രുതി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ശ്രുതിനെയും കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ സച്ചി മുകളിൽ പൂജാമുറിയിലേക്ക് അത് കൊണ്ടുപോയി ചന്ദ്രമതി കോണിയിൽ തളർന്നിരുന്ന് പോയി പേടിച്ചിട്ട് രവീന്ദ്രനും ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി നിൽക്കുകയാണ്. സച്ചി പൂജാമുറിയിൽ അത് കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ രേവതി പുറത്ത് ചെടികളെന്ന് നനയ്ക്കുമ്പോൾ സച്ചി അവിടെ വന്നിരിക്കുമ്പോൾ രേവതി പറയണം, എന്നാലും സച്ചേട്ടൻ ആൾ കൊള്ളാമെന്ന് പറയണം. അപ്പോൾ എന്താ രേവതി ചോദിക്കുമ്പോൾ പറയും, ഞാനൊരു വെറ്റില നോക്കാനുള്ള മഷി നോക്കാനുള്ള സ്വാമിയുടെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയാൽ വേറെ ഏതോ സ്വാമീനെ പോയി കണ്ടിട്ട് നാരങ്ങയൊക്കെ മേടിച്ചിട്ട് വന്നേക്കുക, എന്തായാലും കൊള്ളാം, ഞാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കും. നല്ല സ്വാമിയുടെ അടുത്ത് തന്നെയാണ് പോയി, അത് വല്ല കള്ളസ്വാമികളാണോ, ഇതൊക്കെ ഫലിക്കുമോ? അതെ, ഇത് നല്ല സ്വാമിയുടെ അടുത്ത് നിന്ന് കൊടുക്കുന്ന നാരങ്ങ അല്ല എന്നുണ്ടെങ്കിൽ അത് പൂജാമുറിയിൽ വെച്ച ദോഷാട്ടോ എന്നൊക്കെ പറയാം.
അപ്പോൾ സച്ചി പറയും അത് നല്ല നല്ല സ്വാമിയുടെ അടുത്ത് പോയത് തന്നെയാണ് രേവതി എന്നൊക്കെ പറയും. അതെ, അപ്പോൾ എന്താ സ്വാമിയുടെ പേര്, എവിടെ സ്വാമിയുടെ ആശ്രമം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അത് സ്വാമിയുടെ പേര് സച്ചിദാനന്ദയോ, അദ്ദേഹത്തിൻ്റെ ആശ്രമം എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നിരുന്നല്ലോ, ആശ്രമം ഈ ഞാൻ തന്നെ പറയും. സച്ചിയേട്ടനോ? അത് എൻ്റെ രേവതി, ഞാൻ ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ടില്ല, ഞാനത് വെറുതെ പറഞ്ഞതാന്ന് പറയുമ്പോൾ അപ്പം നാരങ്ങ ഞാൻ വെറുതെ ഒരു നാരങ്ങ മേടിച്ചിട്ട് വന്നതാന്ന് പറയുമ്പോൾ രേവതി ചോദിക്കും ഇതൊക്കെ ഏൽക്കുമോ സച്ചേട്ടാ? ഏൽക്കണമല്ലോ, നമ്മളെ സ്വർണ്ണം നമുക്ക് തിരിച്ചു കിട്ടണ്ടേ, ശ്രുതി സത്യം പറയണ്ടേ, അതിന് വേണ്ടിയിട്ടൊരു കളി കളിച്ച് നോക്കിയതാ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ടെങ്കിലും അയാൾ സത്യം പറയുമോ സച്ചേട്ടാന്നൊക്കെ ചോദിക്കുകയാണ് രേവതി. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് കള്ളം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് ശ്രുതി കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നോക്കുകയാണ്, ശ്രുതിയുടെ വായ കോടിയുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്, ചുണ്ടോണ്ടൊക്കെ ഗോഷ്ടി കാണിച്ചുകൊണ്ട് നോക്കണ സമയത്ത് ചന്ദ്രമതി റൂമിലേക്ക് കയറി വരികയാണ്. ചന്ദ്രമതി റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ശ്രുതി വായ അങ്ങനെ കോടി പിടിച്ചിട്ടുള്ളതാണ് കാണുന്നത്. അയ്യോ ശ്രുതി നിൻ്റെ വായ കോടിയോടാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇല്ലമ്മേ, അമ്മയുടെ വായ കോടിയേക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അവർക്കിങ്ങനെ മനസ്സിൽ തോന്നാണ്, അവരുടെ വായ കോടിയെന്ന് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം തോന്നണ സമയത്ത് ചന്ദ്രമതി പറയണേ ദൈവമേ 48 മണിക്കൂറിനുള്ളിൽ വായ കോടിയ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും, എൻ്റെ സൗന്ദര്യം മുഴുവൻ പോവില്ലേ, ഞാൻ എങ്ങനെ സംസാരിക്കും, ഈശ്വര ഇനി എന്താ ചെയ്യും, കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കണം, ഇതുവരെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയണ സമയത്ത് ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് വായ കോടിയിട്ട് സംസാരിക്കുമ്പോൾ ചന്ദ്രമതി പറയും അതേ നിൻ്റെ വായ കോടി പറയുമ്പോൾ ശ്രുതി നോക്കുമ്പോൾ ശ്രുതിക്ക് ചന്ദ്രമതിയുടെ വായ കോടിയെ പോലെയാണ് തോന്നുന്നത്. അല്ല അമ്മയുടെ വായ കോടിയേക്കണ പറയും. അപ്പോൾ ഇല്ലടാ നിൻ്റെ വായ പറയുമ്പോൾ അല്ല അമ്മയുടെ വായ പറഞ്ഞ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വായ കോടിയ കാര്യം പറഞ്ഞ് സംസാരിക്കുമ്പോൾ ശ്രുതി കയറി വരും റൂമിലേക്ക്. ശ്രുതി കയറി വന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ ആരൊക്കെ കോടി അടിച്ച് ചോദിക്കുമ്പോൾ കോടി അടിച്ചതല്ലോ ശ്രുതി, ഇതേ നോക്കി അമ്മയുടെ വായ കോടിയേക്കണ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും അല്ല ശ്രുതി അവൻ്റെ വായ കോടിയേക്കണ പറയുമ്പോൾ ശ്രുതി പറയും നിങ്ങളുടെ രണ്ടുപേരുടെ വായയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും പേടിക്കണം, ഒന്നും മിണ്ടാതിരുന്നേ വിഡിത്തരം പറയാതെ പറയുമ്പോൾ അപ്പോൾ ചന്ദ്രമതി ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ പറയും അല്ലടാ ശ്രുതി നിൻ്റെ വായ കൂടിക്കണം, വാ നമുക്ക് ആശുപത്രി പോകാൻ പറയും. എൻ്റെ ആൻറ്റി നിങ്ങളുടെ രണ്ടുപേരുടെയും വായയ്ക്ക് ഒരു കുഴപ്പമില്ല, ഒന്ന് ചുമ്മാതിരുന്നേ വെറുതെ കളിക്കാതെ എന്ന് പറയുമ്പോൾ അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ കൂടി നോക്കിയിട്ട് പറയുന്നത് ശരിയാ നമുക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ്. അങ്ങനെ ശ്രുതി പറയണം ശ്രുതി നിങ്ങൾ പേടിച്ച് നടന്നിട്ട് കള്ളത്തരം മുഴുവൻ സച്ചിയോട് വിളിച്ച് പറയരുത് കേട്ടോ, നിങ്ങളുടെ വായന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തേക്കുന്നത്, അല്ലാണ്ട് അത് കൂടോത്രം ചെയ്ത നാരങ്ങയൊന്നുമല്ല, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പേടിച്ച് വരച്ച സത്യം പറയുന്ന സച്ചിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി അതേല്ലേ അങ്ങനെയാണല്ലേ ശ്രുതി അമ്പടാ നീ, അപ്പോൾ അവൻ്റെ ഉദ്ദേശം അതാണല്ലേ, അതെ അല്ലാണ്ട് ഇപ്പോൾ അത് മന്ത്രവാദം കൂടോത്രം ഒന്നുമല്ല എൻ്റെ ശ്രുതിയെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി ഇനിയിപ്പോൾ അഥവാ എൻ്റെ ചുണ്ടെങ്ങാനും കോടിപ്പോയാൽ നീ എന്നെ ഉപേക്ഷിച്ച് പോകുക ചോദിക്കുമ്പോൾ ശ്രുതി എനിക്ക് ദേഷ്യമില്ല ഞാൻ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷം ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും എന്താ വർഷേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ മനസ്സിൽ മുഴുവൻ സച്ചി നാരങ്ങയും കൊണ്ട് വന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പറയാം അല്ല സച്ചിയായിട്ട് ഞാൻ നാരങ്ങയും കൊണ്ട് വന്നത് കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു ശ്രീകാന്തേ, അതിനിപ്പോൾ എന്താ നീ എന്തിനാ അത് ആലോചിക്കണേ ചോദിക്കുമ്പോൾ പറയാം അല്ല ശ്രീകാന്തേ അച്ഛൻ്റെ ഓഫീസിൽ ഇതുപോലെ ഒരാൾ പൈസ എടുത്തിട്ട് പൈസ കളവ് പോയിരുന്നു, എന്നിട്ട് അത് കണ്ടുപിടിച്ചത് ഇങ്ങനെ പറയുമ്പോൾ അതെടുത്തത് നിൻ്റെ അച്ഛനോ ഉദേ ശ്രീകാന്തേ വേണ്ട പറയണം. അല്ല ശ്രീകാന്തേ അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പണം കളവ് പോയിട്ട് അച്ഛനും ഓഫീസിലത്തെ വേറൊരു ആളും കൂടിയിട്ട് ഒരു സ്വാമീനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ സ്വാമി ഇന്ന മരത്തിൻ്റെ അടിയിലുണ്ടാവുക പൈസ എന്ന് പറഞ്ഞിട്ട് ഇവർ ചെന്നിട്ട് ആ മരത്തിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ പൈസ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, കൂടാതെ അത് എടുത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊക്കെ നടന്ന കാര്യങ്ങൾ ശ്രീകാന്തേ പറയുമ്പോൾ അതെയോ അതെ. അപ്പോൾ എന്തായാലും എന്താ പറയുക നമ്മുടെ സുധിയേട്ടനാണ് അത് എടുത്തിട്ടെന്നുണ്ടെങ്കിൽ സുധിയേട്ടൻ്റെ ചെറിയ കൂടായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആവോ പക്ഷേ എനിക്കറിയില്ല പറയാണ് ശ്രീകാന്ത്. ഈ സമയത്ത് രേവതിയുടെ അടുത്ത് രേവതി പൂ കൊണ്ട് വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് രേവതിയോട് ചോദിക്കും രേവതി ചേച്ചി സച്ചേട്ടൻ ഏത് സ്വാമിയുടെ അടുത്ത് നിന്ന് നാരങ്ങ പൂജിച്ചു കൊടുക്കുന്ന സച്ചേട്ടൻ അത് പറഞ്ഞോ, എവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും എൻ്റെ വർഷേ സച്ചേട്ടനോ ഒരു സ്വാമിയുടെ അടുത്തും പോയിട്ടില്ല, ഒരു നാരങ്ങ പൊളിച്ചിട്ട് വന്നിട്ട് അപ്പോൾ സച്ചേട്ടൻ കൊണ്ടുവന്നതോ അത് പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച് നാരങ്ങ അപ്പോൾ സച്ചേട്ടൻ മന്ത്രമൊക്കെ ചെയ്തത് അതൊക്കെ വെറുതെ അല്ലേ. അപ്പോൾ ചോദിക്കും വർഷ പറയാം അയ്യോ അത് അടിപൊളിയായിരുന്നു കേട്ടോ, എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും അപ്പോൾ സച്ചേട്ടൻ അത് കൊണ്ടുവന്നത് സത്യമല്ലേ? അല്ല എൻ്റെ ശ്രീകാന്തേ
സുധിയേട്ടൻ സത്യം പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഏട്ടത്തി ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഏട്ടൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. അത് ശരിയാ, സുധിയേട്ടൻ നന്നായി പേടിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ എടുത്തക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായം തന്നെ സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇത് ചെയ്തത്. അല്ലാണ്ട് അത് പൂജിച്ച നാരങ്ങയും സ്വാമീനെ കണ്ട നാരങ്ങയും ഒന്നും അല്ല എന്ന് പറയും. അപ്പോൾ വർഷ അതെയോ, എന്തായാലും അടിപൊളിയായി രേവതി ചേച്ചി, അത് സൂപ്പറായി ഐഡിയ. സുധിയേട്ടൻ പറയുന്നത് നമുക്ക് നോക്കാമല്ലേ എന്നൊക്കെ പറയണേ. അതേന്ന് പറയണേ രേവതി. അങ്ങനെ രേവതി അവരോട് സത്യം തുറന്ന് പറയണേ. അത് കഴിഞ്ഞ് രാത്രിയായി, ചന്ദ്രോദയത്തിൽ എല്ലാവരും കിടന്നു. അപ്പോൾ ശ്രുതിയും കിടന്നു. അപ്പോൾ ശ്രുതിക്ക് ഉറക്കം വന്നില്ല. ശ്രുതിനെ നോക്കിയിട്ട് പറയാം, എന്തൊരു ഉറങ്ങണ, ഒരു ടെൻഷനും ഇല്ല. ഈശ്വര, എൻ്റെ ചെറിയ എപ്പോഴാണാവോ കോടുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശ്രുതിക്ക് ഉറക്കം വന്ന് ശ്രുതി നീറ്റിയിരിക്കണം. ദൈവമേ, ചെറിയ കൂടുണ്ടോ, ഇതേ ഒരു ടെൻഷനിലാണ് ശ്രുതി ഇരിക്കണത്. ഇത് ശ്രുതി ആ സത്യം തുറന്ന് പറയുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. ആ ശ്രുതി അങ്ങനെ എഴുന്നേറ്റിരുന്ന ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്